ഹായ് ഗൈസ്, നമ്മൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പോവാണ്. അവിടെ പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കാം. നമ്മൾ വിചാരിച്ചത്ര സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. പറഞ്ഞെന്റെ അഭിപ്രായം ഉണ്ടോ പറയാൻ? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടോ? നല്ല പുതിയ സാധനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് സെക്കൻഡ് ഹാൻഡ് ഷോപ്പിങ്ങിൽ പോയിട്ട് ചമ്മി വരുന്ന രണ്ടാൾക്കാരാണ്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിങ്ങിന് പോയി ഒന്നും നടക്കാത്തത് കൊണ്ട് പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഗോൾഫ് കളിക്കാൻ പോകാം. പക്ഷേ അതും ഫ്ലോപ്പ് ആവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് പോകുന്നതാണ് വിചാരിക്കും. നമ്മൾ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് പോകുന്നുണ്ട് നമ്മൾ ഭയങ്കര സ്റ്റൈലന്മാരാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടാൽ സ്റ്റൈലോ സ്റ്റൈൽ. പക്ഷേ ഇവിടെ ആണെങ്കിൽ നട്ടമ്പുരി വെയിലത്ത് കണ്ണ് തുറക്കണമെങ്കിൽ തന്നെ നീ കരുത് വേണം. സമ്മർ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര വെയിൽ ഉണ്ടാവും. പക്ഷെ ചൂടില്ലെങ്കിൽ പോലും നല്ല ലൈറ്റ് ഭയങ്കരമായിരിക്കും. കണ്ണ് തുറക്കാൻ പോലും ഇല്ല. നല്ല കാറ്റ്. നിങ്ങൾക്ക് ഇവിടുത്തെ ഭംഗി കാണിച്ചു തരണം. നല്ലൊരു സ്ഥലമൊക്കെ ഉണ്ട്. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഗോൾഫ് കളിക്കുന്ന എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട്. നമ്മൾ കളിക്കണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നതാണ്. പോളത് അപ്പുറത്തെ പറമ്പിൽ വരെ പോയി. അപ്പം നമ്മൾ സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു. ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അഥവാ ഗോൾഫ് കളിക്കാൻ കിട്ടുവാണെങ്കിൽ നമുക്ക് കയറി കളിക്കാമല്ലോ, ആൾക്കാരൊക്കെ കുറയുകയാണെങ്കിൽ. നമ്മളവിടെ ഐസ്ക്രീം കണ്ടപ്പോൾ ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ തട്ടായിട്ട് ഐസ്ക്രീം വാങ്ങണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഉണ്ടല്ലോ, കഴിച്ച് ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് കളിക്കാൻ വേണ്ടി പോവുകയാണ്. മോനെ അത് പോയി. എനിക്ക് അടിക്കാലോ. സിമ്പിളായിട്ട് ഇതാ കളിച്ചു. അത് ശരി. തട്ടിട്ടോ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട്. ഓക്കേ, നമ്മള് രണ്ടെണ്ണത്തിലുള്ളത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തേലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ എങ്ങനെയാ വെച്ചാൽ കണ്ടോല, ഒന്നില്ലെങ്കിൽ ഇതിലെഴുതി വെച്ചിട്ടുണ്ട് ഈ ബോൾ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ഇതിലേക്ക് കഴിഞ്ഞാൽ ഇത് ഇവിടെ പോയി ഇവിടെ വീഴും. അല്ല, ഫോഴ്സിന് അടിച്ചത് ഇങ്ങനെ പോയി ഇവിടെ തട്ടിയത് ഇവിടെ വീഴും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ. നമുക്ക് നോക്കാം എന്തായാലും ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റും. ചെറുതാണ് ഇപ്പൊ ഫസ്റ്റ്. അപ്പുറത്തെ പറമ്പില് പോയി. സൂപ്പർ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ 4, 7, 5, 6, 7, 8 അങ്ങനെ 12 വരെയുണ്ട്.
ഓ മൈ ഗാഡ്. ആ ഓക്കേ. ഗുഡ് 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 ഗുഡ്. ഓ ഇച്ചിരികൂടെ ചെറുതായിട്ട്. യെസ്. കളി കളി. അടിച്ചോ. ഇപ്പൊ 3 ആയിട്ടുണ്ട്. കള്ളക്കളിയൊന്നും വേണ്ട ഇവിടെ. ഇതൊക്കെ കള്ളക്കളിയാ. 4 5 6. ഇത് 2 അപ്പുറത്തെ പറമ്പിലേക്ക് പോയി, അപ്പുറത്തെ ഇതിലൊക്കെ പോയി. അങ്ങനെ നമ്മള് ഗോൾഫ് കളിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇപ്പം മാർക്ക് കൂട്ടാണ്. എന്തായാലും മാർക്ക് കൂട്ടി. ഇനി 45, ഇരുപത്തേട്ടന് 36. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. ഇരുപത്തേട്ടന് ഇത് എത്രയും പ്രാവശ്യം കളിച്ചത്. എന്തായാലും നമ്മളുടെ ഗോൾഫ് കഴിഞ്ഞു. ബസ് കയറി നമ്മള് ലിഡിലെത്തി. അല്ല, ലിഡിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഗോൾഫ് പ്ലേ ഒക്കെ കഴിഞ്ഞു. ഇനി ലിഡിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ച് മോളിൽ വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അടുത്ത് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ, പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ പോകും. പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഇല്ലാത്തൊരു ദിവസം, പക്ഷേ ഒരു ഹാപ്പിയാണ്.